പിറ്റേ ദിവസം നേരമൊക്കെ വെളുത്ത് എമ്മ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളുടെ കയ്യിലൊരു വിലങ്ങ് അതിന്റെ മറ്റേ അറ്റം മാർക്കിന്റെ കൈയുമായി ബന്ധിച്ചിരുന്നു. കാര്യം മനസ്സിലാകാതെ എന്താണെന്ന് എമ്മ ചോദിച്ചപ്പോഴേക്കും ഉണരാനുള്ള സമയമായെന്നും പറഞ്ഞുകൊണ്ട് മാർക്ക് തോക്ക് ഉപയോഗിച്ച് അവന്റെ സ്വന്തം തലയിൽ വെടിവെക്കുന്നു. മാർക്കിന്റെ ബ്ലഡ് എമ്മയുടെ മുഖത്ത് മുഴുവനായി തെറിക്കുന്നു. അവൾ ആകെപ്പാടെ ഷോക്കായിപ്പോയി. പക്ഷേ സ്വന്തം ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നതുമില്ല. മാർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുവെന്നും എമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എമ്മ ആ കൈവലങ്ങ് ഊരിയെടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നുണ്ടായിരുന്നില്ല. കൈവലങ്ങ് അഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആ മുറിയിലുണ്ടെന്ന് തപ്പി നോക്കിയിട്ട് അവൾക്ക് യാതൊന്നും കിട്ടിയതുമില്ല. റൂമിലെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. മാർക്കിന്റെ തോക്ക് ഉപയോഗിച്ച് കൈവലങ്ങ് വേർപിടിപ്പിക്കാമെന്നോർത്ത് ആ തോക്കെടുത്ത് ഷൂട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ബുള്ളറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഭയങ്കര തണുപ്പാണല്ലോ. ഡ്രസ്സ് മാറുന്നതിന് വേണ്ടിയിട്ട് മാർക്കിന്റെ ഡെഡ് ബോഡിയും വലിച്ചുകൊണ്ട് അവൾ ഒരു തരത്തിലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ പക്ഷേ അവളുടെ വെഡ്ഡിംഗ് ഗൗൺ അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഗൗണിന്റെ പിന്നിലായിട്ട് ഒരു ലോക്കർ കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ പാസ്വേഡ് ഒന്നും അവൾക്ക് അറിയത്തില്ലായിരുന്നു. വേറെ നിവൃത്തിയില്ലാതെ മാർക്കിന്റെ ഷർട്ട് ഊരി അവൾ ധരിക്കുന്നു. എമ്മ ഒരു തരത്തില് മാർക്കിന്റെ ഡെഡ് ബോഡി അവളുടെ ഗൗണിന് മുകളിലായി വെക്കുന്നു. ആ ഗൗണും വലിച്ച് ഒരു തരത്തില് സ്റ്റെപ്പൊക്കെ കടന്ന് അവൾ താഴെ എത്തുന്നു. മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ വീടിന് വെളിയില് അവളെ സഹായിക്കാൻ പറ്റിയ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. തണുപ്പിന്റെ കാഠിന്യം കൂടുതലായതുകൊണ്ട് തന്നെ മാർക്കിന്റെ പാന്റ് ഊരി അവൾ ധരിക്കുന്നു. അവൾ അവളുടെ ഫോണ് അവിടെ എല്ലായിടത്തും അന്വേഷിക്കുന്നു. ഫോൺ കിട്ടിയിട്ട് വേണമല്ലോ ആരുടെയെങ്കിലും സഹായം അഭ്യർത്ഥിക്കാൻ. എന്നാൽ മാർക്ക് അവളുടെ ഫോണ് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അവള് ഫോണൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയെങ്കിലും അത് കുറെ അധികം നേരം വെള്ളത്തിൽ കിടന്നതുകൊണ്ട് അത് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. കൈവലങ്ങ് പൊട്ടിക്കാൻ പറ്റിയ ഒരു ഷാർപ്പ് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് അവൾ ആ വീട് മുഴുവനായി അരിച്ചു പെറുക്കുന്നു. എന്നാൽ മാർക്ക് മുൻകൂട്ടി നേരത്തെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്നും മാറ്റിയിരുന്നു. എന്നാൽ